ഹോർമുസ് കടലിൽ നിന്ന് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തു. ഇതോടെ ഈ മേഖല ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റി എന്ന് അമേരിക്ക സ്ഥിരീകരിച്ച റിപ്പോർട്ടും പുറത്തു വന്നു. മാർഷൽ ഐലൻഡ് ഫ്ലാഗ് പതിച്ച കപ്പൽ യുഎയിൽ നിന്ന് സിംഗപ്പൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ ഗൾഫ് ഓഫ് ഒമാൻ വഴിയാണ് ഹോർമുസ് കടലിൽ എത്തുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇറാൻ്റെ സൈന്യം വളഞ്ഞുകൊണ്ട്, ഇറാൻ്റെ കപ്പലും ബോട്ടുകളും വളഞ്ഞു എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് ബോട്ടാണ് വളഞ്ഞത് എന്ന് പറയുന്നു. കീഴടങ്ങാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആ കപ്പൽ അവർ കീഴടങ്ങുന്നു. കപ്പൽ പിടിച്ചുകൊണ്ട് ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ നിലവിൽ യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ സങ്കീർണമായി നിൽക്കുന്നതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ സംഭവം ഏതു തരത്തിൽ അമേരിക്ക കാണുന്നു എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് തന്നെ വിലയിരുത്തപ്പെടുന്ന പ്രധാന വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കപ്പൽ പിടിച്ചെടുത്തതിന് ന്യായീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ അതിർത്തി കേന്ദ്രീകൃതമായിരിക്കുന്ന അതിർത്തിയുടെ ഭാഗങ്ങളിൽ ഇറാൻ്റെ അനുവാദമില്ലാതെ കപ്പലുകൾ പ്രവേശിച്ചതും അവരോട് ഈ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വിവരണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതവർ ലംഘിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയ്ക്ക് ഇത് വളരെ രീതിയിലുള്ള ഞെട്ടലുളവാക്കിയിരിക്കുന്ന കാര്യമാണ്. ഏറെക്കുറെ ഇറാനെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് പല മേഖലകളിൽ നിന്നും നടക്കുന്നത്. അത് യൂറോപ്പിലെ ചില രാജ്യങ്ങളും അമേരിക്ക മുഴുവനായിട്ടും ഈ കാര്യത്തോട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ആ നിയന്ത്രണത്തിൻ്റെ ചരടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ മേഖല, അതായത് ഹോർമുസ് കടലിൻ്റെ നിയന്ത്രണ അധികാരങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഇറാൻ്റെ കൈവശത്തിലാണെന്നും ആ മേഖലയിലേക്ക് അനുവാദമില്ലാതെ കയറിക്കഴിഞ്ഞാൽ തങ്ങളത് പിടിച്ചെടുക്കപ്പെടും എന്നൊരു മുന്നറിയിപ്പ് ഇതിനു മുൻപ് തന്നെ നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ കപ്പലാണെന്ന് കരുതിയിട്ടാണ് പിടിച്ചെടുക്കപ്പെട്ടത് എന്നുള്ളതും അത് വളരെ പെട്ടെന്ന് തന്നെ വിട്ടയക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രാദേശിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ വിശദീകരണ കുറിപ്പ് ഇതിപ്പോൾ ചരക്ക് കപ്പലെന്നും ടാങ്ക് കപ്പലെന്നും പെട്രോളിയം വഹിച്ചുകൊണ്ട് യുഎയിൽ നിന്ന് പോകുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. യുഎയും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധത്തിലല്ല. ഇപ്പോൾ പിന്നെ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ കുറച്ചെങ്കിലും സഹകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടും പല രീതിയിലും യുഎയുമായിട്ട് ഉടക്കുന്നൊരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഉടക്കുന്ന സ്ഥിതിവിശേഷം യുഎയ്ക്കും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിലിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെക്കുറിച്ച് വിലയിരുത്തി പറയുന്ന കാര്യം, ഈ മേഖല സർവ്വ സമയങ്ങളിലും ഇറാൻ്റെ സൈനികർ പെട്രോളിംഗ് നടത്തി നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആകാശത്തിൻ്റെയും വ്യോമ മേഖലയുടെയും സജീവത അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. റഡാർ സംവിധാനങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന സംവിധാനത്തിൽ അതിന് പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ പുതിയ കേന്ദ്രങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ഇത്രയും വലിയ ഒരു സുരക്ഷാ സംവിധാനം രാജ്യത്തിന് നൽകുന്നത് എന്ന ചോദ്യത്തിന് ഒരു യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ ഈ മേഖലയിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണം. ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളാണ് പറയുന്നത്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ പല ഘട്ടങ്ങളിലും ഈ കാർഗോ വിമാനങ്ങൾ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഇറാനിലേക്ക് വന്നിറങ്ങാറുണ്ട്. റഡാറിനെ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. ഈ മേഖല അമേരിക്ക വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുന്ന ഏരിയ കൂടിയാണ്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലതരത്തിലും അമേരിക്ക ഈ മേഖല നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഇറാൻ അത് അറിയാവുന്നതുമാണ്. ഇപ്പോഴുള്ള പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 10,000-ലധികം അമേരിക്കൻ ഇസ്രായേൽ പൗരന്മാർ ഇറാനിൽ ഉണ്ട് എന്ന് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. അവരൊക്കെ സുരക്ഷിതമായ രീതിയിൽ രാജ്യത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വിഷയം 2.5%, 0.25 അങ്ങനെയാണ് അത് കാണുന്നത്. അത്രയും ഈ ജൂത പൗരന്മാർ തന്നെ ഇറാനിലുണ്ട്. ഇവരൊക്കെ ഇറാൻ പ്രത്യേകമായ രീതിയിൽ നിരീക്ഷണം നടത്തും. ഈ ആക്രമണത്തിന് ശേഷം, ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന് ശേഷം ഈ വിഭാഗത്തിനൊക്കെ വലിയ നിരീക്ഷണം നടത്തുന്നുണ്ട്.
ആ നിരീക്ഷണത്തിലൊക്കെ ഒരുപാട് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിൻ്റെ ഏജന്റുമാർ ഇപ്പോഴും ഉണ്ട് എന്ന് ഇറാൻ ഉറപ്പിക്കുന്നു. അതേക്കുറിച്ചുള്ള രഹസ്യാന്വേഷണം നടത്തിയിട്ട് പല ആളുകളെയും പിടികൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ ഗവൺമെൻറ്റുമായിട്ട് വലിയ ബന്ധമുള്ള ഒരുപാട് ഈ മൊസാദിൻ്റെ അംഗങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ട് എന്ന് തങ്ങൾക്കറിയാം. ഗ്രൗണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൽ നല്ലൊരു ശതമാനവും ഇസ്രായേലിൻ്റെ സർക്കാരുമായിട്ട് ബന്ധമുള്ളവരാണ്. 300-ലധികം ആളുകളെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 35-40 പേരൊക്കെയാണ് ഏകദേശം പുറത്ത് വിട്ടത്. ചില റിപ്പോർട്ടിനകത്ത് 125 എന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം 2500ഓളം ഈ മൊസാദ് സംഘത്തിൽപ്പെട്ട ചാരന്മാരെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം. അപ്പോൾ അതിൽപ്പെട്ട പല ആളുകളും ഈ പറഞ്ഞ പോലെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ പരമാവധി അറിയാവുന്നവരാണ്. അതിൽ നിന്ന് ഇസ്രായേലിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പിന്നീട് അത് പ്രസിദ്ധീകരിച്ചു, പബ്ലിക്കിന് നൽകി എന്നുള്ളതാണ്. അതിൽ അവർ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട സൈനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മൊസാദിൻ്റെ രഹസ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആണവായുധ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശാസ്ത്രജ്ഞരുടെ അടക്കമുള്ള അവരുടെ ബയോഡാറ്റകൾ ഇറാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങൾക്കിതൊക്കെ സാധ്യമാണ് എന്ന് ലോകത്തിന് അറിയിക്കുക എന്നുള്ളതും കൂടി അവരുടെ ലക്ഷ്യമാണ് എന്ന തരത്തിലാണ് അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഇപ്പോൾ 2 തരത്തിൽ ഈ വിഷയം ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒന്ന്, അറബികൾക്ക് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് നിയന്ത്രണമുള്ള രീതിയിലുള്ള സർക്കാർ സംവിധാനം തൽക്കാലത്തെങ്കിലും അവിടെ വരുത്തുക എന്നുള്ളത് ഈജിപ്തും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായമാണ്. എന്നാൽ ഇതിനോട് അമേരിക്കയ്ക്ക് യോജിപ്പില്ല. അമേരിക്ക ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 23 രാജ്യങ്ങൾ കെയ്റോയിൽ വെച്ച് ഉച്ചകോടി കൂടുകയും ഇവിടെ സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുകയും അത് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചു എന്ന് മാത്രം ലംഘിച്ചു കൊണ്ടേയിരുന്നു. പ്രധാനമായിരിക്കുന്ന വിഷയം ഗസയുടെ അതിർത്തി തുറക്കുക എന്നുള്ളതാണ്. അവിടേക്ക് ഈജിപ്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുക 4500ഓളം ട്രക്കുകളാണ് ഈ മേഖലയിൽ ഗസയിലേക്ക് വേണ്ടിയിട്ട് അവിടെ നിലയുറപ്പിച്ചത്. അതിനെ തുറന്നു വിടുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ടത്. എന്നാൽ അത് ഇസ്രായേൽ പാലിച്ചില്ല. അതോടുകൂടി കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിന്നീട് വീണ്ടും സംഘർഷാവസ്ഥയും വിഷയമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ 2ാം ഘട്ടത്തിൽ ആ സമയത്ത് തന്നെ അവിടെ പുനർനിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ മെഷീനറി സംവിധാനങ്ങൾ നൽകാമെന്ന് ഈജിപ്തും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുകയും പറയുകയും അത് ഈ കരാർ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുകയും ഉച്ചകോടി അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ അതിന് പ്രതികൂലമായിട്ട് നിന്നു. തുർക്കിയുടെ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല, ഗസയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഈജിപ്തും അതിൽ നിന്ന് പിന്മാറി. തുർക്കിയുടെ വാഹനങ്ങൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ തങ്ങളും നൽകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അതോടനുബന്ധിച്ചുണ്ടായപ്പോൾ അതിൽ വീണ്ടും അമേരിക്ക ഇടപെട്ടു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തുർക്കിയുടെ വാഹനത്തിന് പ്രവേശാനുമതി നൽകി. അങ്ങനെയാണ് പ്രവേശിക്കൽ തുടങ്ങിയത്. ഇപ്പോഴും അത് ഇസ്രായേലും ഈ തുർക്കിയും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ മേഖല ഇങ്ങനെ അശാന്തമായി നിൽക്കുന്നതിനിടയിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ അറബ് രാജ്യങ്ങളുമായിട്ട് വന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം അറബ് രാജ്യങ്ങൾ ഒഴിവാക്കണം. ആ മേഖലയിലുള്ള അമേരിക്കയുടെ ബേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുകയും ആ കാര്യം വളരെ ഗൗരവത്തിൽ എടുക്കുകയും വേണം എന്ന് ഇറാൻ അറബ് രാജ്യങ്ങളോട് പറഞ്ഞു. അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ നിരാശയും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അമേരിക്ക തന്നെ അത് പ്രതികരിച്ചു. ഇത്തരം വിഷയത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യം ഇറാനില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കപ്പൽ പിടിച്ചെടുത്ത് വിവരം പുറത്തു വന്നത്. അതോടുകൂടി ഈ മേഖല ഒരു യുദ്ധമേഖലയുടെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും അവിടേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുകയും ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിപ്പോഴും അവിടെ നിൽക്കുന്നു. ആ മേഖലയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളതിനിടയിൽ ഇറാൻ്റെ കൂടി ഭീഷണി വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.